അപ്പോൾ നമ്മൾ ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ, ക്യാൻഡിൽ സ്റ്റിക്ക്, ഓക്കെ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചാർട്ടിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ വെച്ചിട്ട് കറണ്ട് മാർക്കറ്റിംഗ് സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഒരു സപ്പോർട്ട് കണ്ടെത്താം, ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, അവിടെ എങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുക എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഇൻട്രാഡേ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നമ്മളെന്താണ് എല്ലാ ദിവസവും ഡെയിലി ഒന്ന് ചാർട്ട് എന്തായാലും ഒന്ന് അനലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ വ്യൂ അപ് ട്രെൻഡ് ആണോ അല്ലെങ്കിൽ ഡൗൺ ആണോ, എങ്ങനെയാണ്, ഹയർ ഹൈ ഹയർ ലോയിലാണോ ലോവർ ഹൈ ലോവർ ലോയിലാണോ എന്ന് നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെയിലിയിൽ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ നിന്ന് മാർക്കറ്റ് പോയിട്ട് ഇങ്ങനെ ഹയർ ഹൈ ഹയർ ലോയിലാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നത് അല്ലേ, ഹയർ ഹൈ ഹയർ. അപ്പോൾ അവസാനത്തെ ഒരു ഡെയിലിയിലെ ലോ എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ലോയിനെ നമ്മൾ മാർക്ക് ചെയ്ത് ഇട്ടിരുന്നു. ഇത് ഓൾറെഡി നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഡെയിലിയിൽ ഇല്ലേ. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ എന്ത് വേണം, ഈ ഡെയിലിയിലുള്ള ഏരിയാസ് മെയിനായിട്ട് മാർക്ക് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അത് കൂടാതെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ട്രെൻഡായിട്ടും കൂടെ പോയിരുന്നില്ലേ. ഇവിടെ ഒരു ഹൈ വെച്ച് അടുത്തൊരു ഹൈ ഇവിടെ വെച്ചപ്പോൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടിരുന്നു. ഈ 2 പോയിന്റ് മാർക്ക് ചെയ്തിട്ടിരുന്നത് കൊണ്ട് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകാം എന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടിയാണ്. അപ്പോൾ ഡെയിലിയിൽ നോക്കുമ്പോഴും ആ ഒരു മൂന്നാമത്തെ ടച്ചിൽ അവിടെ ഒരു ഹാങ്ങിങ് മാൻ എന്ന് പറയുന്ന ക്യാൻഡിലാണ് അല്ലേ, ക്യാൻഡിൽ സ്റ്റിക്കിന്റെ സ്റ്റഡിയിൽ ഹാങ്ങിങ് മാൻ എന്ന് പറയുന്ന ക്യാൻഡിലാണ്. അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ഏരിയയിൽ വരുമ്പോൾ അതും ഒരു കൺഫർമേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ ഇൻട്രാഡേക്ക് വേണ്ടി വരുമ്പോൾ 1 അവറിലാണ് വരുന്നത്. 1 അവറിൽ മെയിനായിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയകൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ താഴത്തെ ഗ്രീൻ സോണിൽ കാണുന്നത് നമ്മൾ ഡെയിലിയിൽ മാർക്ക് ചെയ്തിട്ടിരുന്നു, ഡെയിലിയിലെ മെയിൻ ഒരു ഡിമാൻഡ് ഏരിയ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് എങ്ങനെയായിരുന്നു പോയത്, 1 അവറിൽ നോക്കുമ്പോൾ ഹയർ ഹൈ ഹയർ ലോയിലല്ലേ പോയിരുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് തിരിച്ച് മേളിൽ കയറി, ഇവിടെ ഒരു സപ്പോർട്ട് തിരിച്ച് ഗ്യാപ്പ് അപ്പ് ആയിട്ട് മേളിൽ പോയി. അപ്പോൾ ഇവിടെ അവസാനത്തെ അതിന് മുമ്പ് ഇവിടെ മാർക്കറ്റ് എന്തായിരുന്നു, ഒരു എം പാറ്റേൺ പോലെ ക്രിയേറ്റ് ആയിരുന്നു ഇല്ലേ. നമ്മൾ പാറ്റേൺസിനെ കുറിച്ചും പഠിച്ചിരുന്നു. എം പാറ്റേൺ, ഡബ്ല്യു പാറ്റേൺ, ഹെഡ് ആൻഡ് ഷോൾഡർ, ഇങ്ങനെയുള്ള പാറ്റേൺസും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കും. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ആ ഒരു എം പാറ്റേണിൻ്റെ ലോയിനെയും കട്ട് ചെയ്തു. അതുപോലെ അവസാനത്തെ ഒരു ഡിമാൻഡ് ഏരിയ 1 അവറിൽ ഇതായിരുന്നു അല്ലേ. അവസാനത്തെ ഒരു ഡിമാൻഡ് ഏരിയ അതല്ലേ 1 അവറിൽ, കാരണം ഇവിടെ നിന്ന് കയറി തിരിച്ച് താഴത്തോട്ട് വരുമ്പോഴുള്ള ലോ. അപ്പോൾ ആ ലോയിനെ മാർക്കറ്റ് ഈ ഒരു ദിവസം കട്ട് ചെയ്ത് താഴെ വന്നു. പിന്നെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു, ലോവർ ഹൈ ലോവർ ലോയിലല്ലേ പിന്നെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ലോവർ ഹൈ ലോവർ ലോയിൽ മാർക്കറ്റ് വരുമ്പോൾ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യും, സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് വരും. അതായത് റെസിസ്റ്റൻസിൽ നിന്ന് നമുക്ക് താഴോട്ടുള്ള ട്രേഡ് എടുക്കാം, തൊട്ട് താഴത്തുള്ള ലോയ്ക്ക് താഴത്ത് പുതിയ ലോ വെക്കും, ലോവർ ഹൈ ലോവർ ലോയിൽ വരും. ഓക്കെ, അപ്പോൾ തൊട്ട് താഴത്തുള്ള ലോയിനെ റെസ്പെക്ട് ചെയ്യത്തില്ല, അതിനെ ബ്രേക്ക് ചെയ്ത് താഴത്ത് വന്ന് പുതിയ ലോ വെക്കും. അപ്പോൾ അങ്ങനെയായിരിക്കും മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ഒരു 1 അവർ നോക്കി അതിനുള്ളിൽ 5 മിനിറ്റിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഈ 1 അവറിൽ നമ്മൾ ഹൈയും ലോയൊക്കെ മാർക്ക് ചെയ്തിട്ടതിന് ശേഷം എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ നമുക്ക് 5 മിനിറ്റിൽ എങ്ങനെയാണ് ട്രേഡ് നോക്കാം. അപ്പോൾ ഈ ഒരു 1 അവർ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് വന്നപ്പോൾ ഉള്ള സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ മാർക്കറ്റ് മേളിൽ നിന്ന് നോക്കുമ്പോൾ ട്രെൻഡ് ആയിട്ടായിരുന്നു താഴോട്ട് വന്നുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം മേളിൽ നിന്ന് ഒരു പോയിന്റ് തൊട്ട് താഴത്തൊരു ലോ വെച്ചതുകൊണ്ട് നമ്മൾ ആ പോയിന്റിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിടണം. അത് എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കൂടാതെ ഇവിടെ താഴെ നോക്കുകയാണെങ്കിലും ട്രെൻഡ് ആയിട്ട് തന്നെ വരുന്നത്. ഈ ഒരു ലോയിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ട്രെൻഡാണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇതൊരു ചാനൽ പാറ്റേൺ റൂളിലായിട്ടായിരുന്നു മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിത് 5 മിനിറ്റിൽ പോവുകയാണ്. അതായത് ഈ അവസാനത്തെ 1 അവർ ലോ കട്ട് ചെയ്തതിന് ശേഷം 5 മിനിറ്റിൽ നമുക്ക് എൻട്രി സെറ്റപ്പുകൾ ഏതൊക്കെ രീതിയിലായിരുന്നു എന്ന് നോക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു എന്തായിരുന്നു ലോ കട്ട് ചെയ്ത് 1 അവറിലെ ലോ കട്ട് ചെയ്ത് എവിടെ നിന്നായിരുന്നു, ഇവിടെ നിന്നല്ലേ. ഈ ഒരു ബ്ലാക്ക് ലൈൻ വരച്ചിരിക്കുന്ന ഏരിയ ആയിരുന്നു 1 അവറിലല്ലോ. അപ്പോൾ അതിന് താഴത്ത് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് തിരിച്ച് മേപ്പോട്ട് കയറി. അപ്പോൾ മേപ്പോട്ട് കയറുമ്പോൾ എന്ത് വേണം, അവസാനത്തെ ഹൈക്ക് മേളിൽ മാർക്കറ്റ് പോവരുത്.
ലോവർ ഹൈ വരുമ്പോൾ അവസാനത്തെ ഹൈക്ക് മേളിൽ മാർക്കറ്റ് പോകരുത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, തിരിച്ച് മാർക്കറ്റ് താഴത്തോട്ട് വന്ന് തിരിച്ച് കയറാൻ നോക്കുമ്പോൾ ഒന്നുകിൽ ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഹൈനെ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാം. ഓക്കെ, ലോവർ ഹൈ വരുമ്പോൾ അവസാനത്തെ ലോവിനെ കട്ട് ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു പുതിയൊരു ഹൈ എവിടെയായിരുന്നു, ഇവിടെയല്ലേ, ഈ ബ്ലാക്ക് ലൈനെ നമുക്ക് ഇങ്ങോട്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലായിരുന്നു പുതിയൊരു ഹൈ. അപ്പോൾ ആ ഹൈ ലോവർ ഹൈ വരുമ്പോൾ ആ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാം. അപ്പോൾ അവിടെ ട്രെൻഡ് ലൈനും ഉണ്ട്. അപ്പോൾ എന്തായി, 5 മിനിറ്റിൽ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രേഡ് നോക്കിക്കൂടായിരുന്നോ, താഴത്തോട്ട്. പിന്നെ ഈ ഒരു ലോയ്ക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഈ ഓപ്പണിംഗ് റേഞ്ച് ലോ തന്നെ. അപ്പോൾ മാർക്കറ്റ് പുതിയ ഹൈ വെക്കാതെ പോകുമ്പോൾ പുതിയ ലോ വെക്കാനായിരിക്കും സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ തൊട്ട് താഴത്ത് വരുമ്പോൾ ട്രെൻഡ് ലൈൻ ഉണ്ട് വീണ്ടും. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ്റെ സ്റ്റഡിയിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, ട്രെൻഡ് ലൈൻ്റെ തൊട്ടടുത്തുനിന്ന് റിവേഴ്സ് ആവാം, അല്ലെങ്കിൽ തൊട്ടിട്ട് റിവേഴ്സ് ആവാം, ട്രെൻഡ് ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടും റിവേഴ്സ് ആവാം. അപ്പോൾ മാർക്കറ്റ് നമ്മൾ ഡൗൺ ട്രെൻഡിൽ വരുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ അപ്പിലോട്ടുള്ള ട്രേഡ് നോക്കണമെന്നില്ല, കൂടുതലും താഴത്തോട്ടുള്ള ട്രേഡ് നോക്കിയാൽ. ഇനി അപ്പിലോട്ടുള്ള ട്രേഡ് നോക്കുകയാണെങ്കിലും ചെറിയ മൂവ്മെൻറ്റുകൾ പിടിക്കാനായിട്ട് ശ്രമിക്കുക, അത് നല്ലൊരു സപ്പോർട്ട് ഏരിയ കിട്ടുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 മിനിറ്റിൽ നമ്മൾ നോക്കിയപ്പോൾ മാർക്കറ്റ് ലോവർ ഹൈ ലോവർ ലോയിൽ താഴത്തോട്ട് വരിക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ എടുത്തിട്ട് എന്ത് വേണം, വാച്ച് ചെയ്യണം. അതുപോലെ അവസാനത്തെ ഹൈനെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടേക്കണം. കാരണം അവസാനത്തെ ഹൈക്ക് മേളിൽ മാർക്കറ്റ് കയറിയാലാണ് ബൈയും പ്രഷർ കൂടുതൽ വരുന്നു, ട്രെൻഡ് ചേഞ്ച് ആവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ താഴത്തോട്ട് വരുന്ന മാർക്കറ്റ് റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ റെസിസ്റ്റൻസിൽ വെച്ചിട്ട് ട്രേഡ് എടുക്കാം. ഒന്നുകിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു സപ്ലൈ ഏരിയ ആണ്, ആ ഒരു സപ്ലൈ ഏരിയ നിന്ന് ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വരുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ലൈനെ നോക്കിയിട്ടും ട്രേഡ് എടുക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായി, മാർക്കറ്റ് താഴെ നിന്നും കയറി എക്സാക്റ്റ് ആ ഒരു സപ്ലൈ ഏരിയയിൽ എത്തിയില്ലേ അല്ലേ, എക്സാക്റ്റ് ആ ഒരു സപ്ലൈ ഏരിയയിൽ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളൊന്നും മാറ്റിയിട്ട് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് പോയ പോക്ക് നോക്കുക. ഓക്കെ, കയറി തിരിച്ച് താഴത്തോട്ട് വന്നു, വീണ്ടും കയറാൻ നോക്കി, ഇങ്ങനെ ഹയർ ലോയിൽ പൊയ്ക്കൊണ്ട് നിന്നത് ഈ 5 മിനിറ്റിൽ. ഓക്കെ, അപ്പോൾ ഈ 5 മിനിറ്റിൽ വന്നപ്പോൾ അവസാനത്തെ ലോ ഏതായിരുന്നു, ഇതല്ലേ. ഇവിടെ വന്നിട്ട് തിരിച്ച് വീണ്ടും എക്സാക്റ്റ് ആ സപ്ലൈ ഏരിയയിൽ പോയി, സപ്ലൈ ഏരിയയിൽ പോയിട്ട് മേളത്തെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴത്തോട്ട് വന്നു. അപ്പം ഈ ഒരു സപ്ലൈ ഏരിയയിൽ എത്തുമ്പോഴേ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെന്ത് സംഭവിച്ചു, ഈ ലോയ്ക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ. അപ്പോൾ ലോയ്ക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കാം, കൂടുതലും ഈ ഒരു അവസാനത്തെ ലോയിനെ തന്നെ തിരിച്ച് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാം. എക്സാക്റ്റ് അത് തന്നെ ഈ ചാർട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. അത് കൂടാതെ ഇവിടെ ഒരു 2 പോയിന്റ് നമുക്ക് കിട്ടി, കാരണം ഇവിടെയാണ് ഒരു ഹൈ, അടുത്ത ഹൈ താഴത്തെ വെച്ചത്. അപ്പോൾ ഈ ഒരു ഹൈനെയും കൂടെ കണക്ട് ചെയ്ത് താഴത്തോട്ട് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടേക്കുക. ഓക്കെ, ഇങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിടാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ എന്തായി, താഴത്തോട്ട് വരുമ്പോൾ ട്രെൻഡ് ലൈനിലോട്ട് പോകുമ്പോൾ വീണ്ടും ആ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യും. അങ്ങനെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം മാർക്കറ്റ് താഴത്ത് വന്നു എക്സാക്റ്റ്. അതിനുശേഷം എന്താ, ഈ ഗ്രീൻ സോൺ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലിയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ വന്നപ്പോൾ കണ്ട ഈ ഒരു ദിവസം ഓപ്പണിങ് ഗ്യാപ്പ് ഡൗൺ ആയിട്ടായിരുന്നു. അപ്പോൾ വലിയൊരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ക്യാൻഡിലുകൾ ശ്രദ്ധിച്ചു, എന്ത് ക്യാൻഡിലുകളാണ്, റിജക്ഷൻ ക്യാൻഡിലുകൾ. അവിടെ സ്ട്രെങ്ത് ഇല്ല. കാരണം എന്താ, അതൊരു ഡെയിലിയിൽ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാം, അവിടുന്ന് പുതിയ ബയ്യേഴ്സ് കയറാം. അപ്പോൾ അതിൻ്റെ ഒരു ബൈയിങ് പ്രഷർ ചെറുതായിട്ടെങ്കിലും അവിടെ കാണും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവസാനത്തെ ഹൈക്ക് മേളിൽ നല്ല കണക്ക് സ്ട്രോങ് ആയിട്ട് കയറുക, എങ്കിലാണ് ഹയർ ഹൈ ലോയിൽ പിന്നെ മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, നമ്മൾ മേളിൽ നിന്ന് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സാക്റ്റ് ഈ സപ്പോർട്ട് ഏരിയയിൽ വന്ന് കുറേ റിജക്ഷൻ ക്യാൻഡിലുകൾ, എന്താ ഹാമർ ക്യാൻഡിൽ, സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ, അതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് ഒരു സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻഡിലും ഫോമായി ഇല്ലേ. അവസാനത്തെ സെല്ലിംഗ് ക്യാൻഡിലിനെ എൻഗോൾഫ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു ഇല്ലേ. അപ്പോൾ അതൊരു ബുള്ളി സിഗ്നലും അല്ലേ. അപ്പോൾ ആ സപ്പോർട്ട് ഏരിയയിൽ വരുമ്പം പോലും നമുക്ക് ട്രേഡ് എടുക്കാം. നമ്മൾ എൻട്രി സെറ്റപ്പുകൾ നമ്മൾ ഇതിനു മുമ്പ് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. നമ്മളല്ലാതെ ക്ലാസ്സിലും പലതവണ പറയും. അപ്പോൾ ഇതിങ്ങനെ ഒരു യു ടേൺ എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് അവിടെ നിന്ന് നമുക്കൊരു ട്രേഡ് എടുക്കാം. അതിന് താഴത്തൊരു ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് വെച്ചാൽ SL കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്ത് നമുക്ക് ട്രെൻഡ് ലൈൻ വരെ ടാർഗറ്റ് പിടിച്ചുകൂടായിരുന്നോ ബൈ എടുക്കുമ്പോൾ? മാർക്കറ്റ് ഡൗൺ ആണ്, അതുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസിൽ നിന്ന് സെല്ല് നോക്കുന്നു. അപ്പോൾ വീണ്ടും ട്രെൻഡ് ലൈനിൽ ചെന്നപ്പോൾ എന്തായി,
റിജക്ഷൻ ക്യാൻഡിൽ. എന്ത് ക്യാൻഡിലുകളാണ്? ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ, ഫുള്ളി റിജക്ഷൻ ക്യാൻഡിൽ. അപ്പോൾ അവിടെ നിന്നൊരു ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്തുകൂടെ? താഴത്ത് വരെ. അപ്പം പുതിയൊരു ഹൈ വെക്കാതെ തിരിച്ച് താഴത്തോട്ട് വരുവാണെങ്കിൽ പുതിയ ലോ വെക്കാം. അപ്പോൾ ഈ തൊട്ട് താഴത്തുള്ള ലോയിന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, പുതിയ ഹൈ വെക്കാതെ അല്ലേ. നേരത്തെയുള്ള ഹൈ എവിടെയായിരുന്നു? ഇവിടെ അല്ലായിരുന്നു അവസാനത്തൊരു ഹൈ. അപ്പം ആ ഹൈക്ക് പോയില്ലല്ലോ. ആ ഹൈക്ക് പോവാതെ ഇവിടുന്ന് തിരിഞ്ഞതുകൊണ്ട് പുതിയ ലോ വെക്കാം. അപ്പം പുതിയ ലോ വെച്ചിട്ടായിരിക്കും മാർക്കറ്റ് പിന്നെ തിരിച്ച് കയറുകയാണെങ്കിൽ കയറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഡെയിലിയിലുള്ള നേരത്തെയൊക്കെ ബൈ എടുത്തിട്ടുള്ളവരുടെ എല്ലാവരുടെയും SL താഴെയുണ്ട്. അവരെ എല്ലാവരുടെയും SL എടുത്തിട്ട് പുതിയ സെല്ലേഴ്സിനെയും താഴത്തോട്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒരു ക്യാൻഡിൽ വന്ന് ക്ലോസ് വെച്ചിട്ട് പുതിയ സെല്ലേഴ്സിനെയും കയറ്റും. അപ്പോൾ അവരുടെ SL എടുക്കും, നേരത്തെ ബൈ എടുത്തിട്ടുള്ളവരുടെ SL എടുക്കും. അതിന് ശേഷം എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ട്രെൻഡ് ലൈനെയും ബ്രേക്ക് ചെയ്ത് മേപ്പോട്ടി. അപ്പോൾ ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ഒരു വോളിയത്തോടു കൂടി ഒരു ക്യാൻഡിൽ ക്ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈയും പ്രഷർ പോകാം. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴും നമുക്ക് എന്ത് കാണാം? ഓവറോൾ മേളിൽ നിന്ന് ഡൗണിലാണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം? ഹയർ ഹൈ ഹയർ ലോയിലാണ് പിന്നീട് മാർക്കറ്റ് പോകുന്നില്ലേ. അപ്പോൾ അവസാനത്തെ ഒരു ഹൈ ഏതായിരുന്നു? ഇതായിരുന്നു അല്ലേ, ഈ ഒരു ഹൈനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ലോയ്ക്ക് താഴത്തൊന്നും വരരുത്. തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴെ. അങ്ങനെയാണെങ്കിൽ പിന്നെ വീണ്ടും അവിടെ നിന്ന് ട്രെൻഡ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പോയ പോക്ക് എങ്ങനെയാണ്? മാർക്കറ്റ് മേളിലോട്ട് ഹയർ ഹൈ ഹയർ ലോ അല്ലേ, ഹയർ ഹൈ ഹയർ ലോ, ഇങ്ങനെയല്ലേ ഇപ്പോൾ കൊണ്ടുവരുന്നത്. നമുക്ക് അവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തുകൂടെ? അങ്ങനെ വരുമ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സപ്പോർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കും? തൊട്ട് താഴത്തുള്ള സപ്പോർട്ടിൽ വരുന്നില്ലല്ലോ, അപ്പൊ എങ്ങനെ ട്രേഡ് എടുക്കും? അല്ല, ട്രെൻഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന ഇറങ്ങുന്ന ഇവിടുന്ന് വരുമ്പോൾ ഒരു ട്രേഡ് മേപ്പോട്ട് ബൈ എടുത്തു. അവിടെ നമ്മൾ അതിന് വേണ്ടിയാണ് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ താഴത്തെ ലോയിൽ നിന്നും ഈ ലോയിലേക്ക് രണ്ടാമത്തെ പോയിന്റ് കണക്ട് ചെയ്ത് മേളിലോട്ട് വരും. അപ്പൊ ഇവിടെ എന്തായി? നമുക്ക് താഴെ വെച്ച് ട്രേഡ് കിട്ടിയില്ലെങ്കിലും ഈ മൂന്നാമത്തെ ടച്ചിൽ ഈ ട്രെൻഡ് ലൈനിൽ വരുമ്പോൾ എടുക്കാം. അതുകൂടാതെ ഈ ഒരു അവസാനത്തെ ഹൈനെ മാർക്കറ്റ് കട്ട് ചെയ്തതല്ലേ. അപ്പൊ തിരിച്ചു വരുമ്പോ ഹൈയും സപ്പോർട്ട് ആവാം, ഈ ട്രെൻഡ് ലൈനും അവിടെ റെസ്പെക്ട് ചെയ്യാം. അപ്പൊ ഡബിൾ കൺഫർമേഷൻ. അപ്പൊ അവിടെ വന്നിട്ട് ഒരു ക്യാൻഡിലും എന്തായി ആ ട്രെൻഡ് ലൈൻ്റെ അടുത്ത് എത്തിയിട്ട് ഒന്നില്ലെങ്കിൽ ആ ക്യാൻഡിലിന്റെ കൺഫർമേഷൻ വെച്ചിട്ടും ട്രേഡ് എടുക്കാം. എന്തായി? ഒരു ഡോജി ക്യാൻഡിൽ അല്ലേ വന്നത്, എന്നിട്ട് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ റൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ചിന്തിച്ച് വേണം ചെയ്യാൻ. മാർക്കറ്റ് ഡൗണിലാണ് കിടക്കുന്നത് ഓവറോൾ ഡൗൺ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓപ്പണിംഗ് റേഞ്ച് ക്യാൻഡിലിന്റെ ഹൈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ അല്ല, അവിടെ ചെന്നപ്പോൾ ക്യാൻഡിലുകൾ ശ്രദ്ധിക്കും. കണ്ടോ, ഫുള്ള് റിജക്ഷൻ ക്യാൻഡിൽ അല്ലേ, റിജക്ഷൻ ക്യാൻഡിൽ. അതുകൂടാതെ ഇവിടുത്തെ ഒരു അവസാനത്തെ ലോ ഏതായിരുന്നു? ഇതായിരുന്നില്ലേ. കാരണം ഒരു അവസാനം ഒരു പുൾ ബാക്ക് എടുത്ത ഒരു ഏരിയ അല്ലേ. അപ്പോൾ ആ ട്രെൻഡ് ലൈനെയും സ്ട്രോങ് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ക്ലോസ് വെച്ചു, അവസാനത്തെ ലോയിനെയും കട്ട് ചെയ്ത്. അപ്പോൾ മേളി വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മേളി വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഓൾറെഡി ആ റെസിസ്റ്റൻസിൻ്റെ അടുത്താണ്, റിജക്ഷൻ ക്യാൻഡിലുകളാണ്, ഇതൊരു യു ടേൺ ആൻഡ് റിവ്യൂ ആണ് അല്ലേ. അവിടെ നിന്ന് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഇനിയിപ്പോൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്തപ്പോൾ തിരിച്ച് മേപ്പോട്ട് കയറുമ്പോൾ ഈ ലോയിനെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, താഴെ വന്നു തിരിച്ച് കയറുമ്പോൾ മേളിൽ നിന്നൊരു ട്രേഡ് എടുക്കാം. അതിന് ശേഷം താഴത്തോട്ട് അടുത്ത ലോയിനെ കട്ട് ചെയ്ത് വരുവാണെങ്കിൽ അതിനെ റൈഡ് ചെയ്യാം. കാരണം മാർക്കറ്റ് ഓവറോൾ ഡൗണിലാണല്ലോ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഇനിയിപ്പോൾ ഈ ട്രെൻഡ് ലൈൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ മേളിൽ നിന്ന് താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്യുക. 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, ഏതൊക്കെ 2 പോയിന്റ് കിട്ടിയാൽ മതി ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെയും 2 പോയിന്റ് കിട്ടിയപ്പോൾ അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാതിരുന്നവരാണെങ്കിൽ വീണ്ടും ഈ ട്രെൻഡ് ലൈനിൽ വരുമ്പോൾ ഒരു ട്രേഡ് എടുത്തുകൂടെ? തൊട്ട് താഴത്തെ സപ്പോർട്ട് ഒരു ടാർഗറ്റ് വെച്ചുകൂടെ? അതാണ് ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതിൻ്റെ ഗുണം. അതാണ്, നമുക്ക് ഒന്നിലധികം ട്രേഡുകൾ കിട്ടും. അല്ലെങ്കിൽ മെയിൻ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയയിൽ വരാതെ മാർക്കറ്റിങ്ങിനെ ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇപ്പം ലോവർ ലോയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവസാനത്തെ ഹൈയിലേക്ക് പോകണമെന്നില്ല, അതിന് മുമ്പ് തന്നെ തിരിയും. അപ്പം അത് എവിടെ നിന്ന് തിരിയാന്ന് നമുക്ക് ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ട്രെൻഡ് ലൈനിൽ വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ പിന്നെന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഈ ഒരു ദിവസം ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ ക്ലോസ് ചെയ്ത് തൊട്ടടുത്ത് ഇന്നത്തെ ദിവസം എന്ത് സംഭവിച്ചു? മാർക്കറ്റ്
ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് താഴത്ത് വരെ വന്നു ഇല്ലേ, മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴത്ത് വന്നിട്ടാണ് തിരിച്ച് കയറി. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ മാർക്കറ്റ് എന്ത് വേണം, അവസാനത്തെ ഹൈക്ക് മേളിൽ കയറരുത്. അപ്പോൾ ഇവിടെയായിരുന്നു ഒരു ക്ലോസിങ് റേഞ്ച് ഏരിയ, അതിൻ്റെ തൊട്ട് മേളിൽ ഒരു നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ഉള്ളത് ഇല്ലേ. അപ്പോൾ അവസാനത്തെ ഹൈക്ക് മേളിൽ സ്ട്രോങ് ആയിട്ട് കയറിയാലല്ല മാർക്കറ്റ് മേപ്പോട്ട് പോകും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, നമ്മളിവിടെ ഡെയിലിയിൽ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു എക്സ്ട്രീം ലോയും ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു എക്സ്ട്രീം ലോയും ഉണ്ട്. അപ്പോൾ അത് നോക്കിയൊന്ന് വെച്ചേക്കുക. ഇത് ഡെയിലിയിലെ സോണാണ്. മാർക്കറ്റ് ഓവറോൾ ഡൗണും ആണ്. ഡൗൺ ആയതുകൊണ്ട് തന്നെ ഡൗണിലേക്ക് വരാനേ ചാൻസ് കൂടുതലുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഹയർ ലോയിൽ കയറിയാൽ എല്ലാ മാർക്കറ്റ് ബുള്ളിഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോവർ ലോയിലല്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് സംഭവിച്ചു, മാർക്കറ്റ് മേളി വരെ പോയി തിരിച്ച് താഴത്ത് വന്നു. പുതിയ ഹൈ വെക്കാൻ പറ്റുന്നില്ല. വീണ്ടും ആ ലോയിനെയും കട്ട് ചെയ്തു. വീണ്ടും മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്താ, ലോവറിൽ. അപ്പോൾ ഈ ഒരു സോണിന് താഴത്ത് വന്നേ. അപ്പോൾ തിരിച്ചു കയറുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ആയില്ലേ, കാരണം ആ ഡെയിലിയിലെ സപ്പോർട്ടിന് താഴത്ത് വന്നു. അപ്പോൾ തിരിച്ചു കയറുമ്പോൾ മാർക്കറ്റ് ഓവറോൾ ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് റെസിസ്റ്റൻസിനെ റെസ്പെക്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ ഉള്ള റെസിസ്റ്റൻസിൽ നിന്നൊരു ട്രേഡ് എടുത്തുകൂടെ. അതിൻ്റെ ടാർഗറ്റ് നമുക്ക് ഇവിടെ വെക്കാം. ഈ ഓപ്പണിംഗ് റേഞ്ച് ക്യാൻഡിൻ്റെ ലോയിൽ തന്നെ ടാർഗറ്റ് വെക്കാം. എക്സാക്ട് കിട്ടും. ഇപ്പൊ ചില സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ സ്റ്റഡി ട്രെയിൽ ലൈൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ട്രേഡുകൾ കിട്ടും. ഓക്കെ, നോക്കിയിരുന്ന് നമ്മളെ ഈ സ്റ്റഡി പ്രകാരം ചെയ്യും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ, ഇവിടെയും ക്യാൻഡിലുകൾ റിജക്ഷൻ ആയില്ലേ. അതിന് ശേഷം എന്ത് സംഭവിച്ചു, മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ തിരിച്ച് മേപ്പോട്ട് ചെല്ലുമ്പോൾ റെസിസ്റ്റൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ടുള്ള ട്രേഡ് നോക്കാം. മാർക്കറ്റ് ഡൗൺ ആണല്ലോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു സോണൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ബോഡി മുതൽ ആ ഒരു ക്യാൻഡിൻ്റെ ഹൈ വരെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ബോഡിക്ക് ആ ഒരു സോണിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം ഇല്ലേ. എക്സാക്റ്റ് അവിടെ നിന്ന് ഒരു ട്രേഡ് കിട്ടിയില്ലേ. അപ്പോൾ മാർക്കറ്റ് പുതിയ ഹൈ വെക്കാതെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ലോയിനെയും കട്ട് ചെയ്ത് പുതിയ ലോ വെക്കാം. അപ്പോൾ ആ ലോയിനെ കട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് ഇരുന്നൂടെ, അങ്ങനെയും ഇരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോരാം അല്ലേ. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു ദൂരം മാർക്കറ്റ് താഴെ വന്നില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ടല്ലേ ഒരു ബൈയിങ് പ്രഷർ കാണിച്ചേ. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കരുത്, അവസാനത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് കയറരുത്. ഓക്കെ, അപ്പോൾ നേരത്തെ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട്. അതുകൂടാതെ നേരത്തെ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട്. അതുകൂടാതെ മാർക്കറ്റ് ഇവിടെ നിന്ന് എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്, ഇവിടെ വന്നു തിരിച്ച് കയറാൻ നോക്കി, താഴെ വന്നു തിരിച്ച് കയറാൻ നോക്കുമ്പോൾ റെസിസ്റ്റൻസിനെ റെസ്പെക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും താഴത്ത് വന്നില്ലേ. അപ്പോൾ റെസിസ്റ്റൻസിലേക്ക് ചെല്ലുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ടുള്ള ട്രേഡ് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കയറി എന്തായി, റെസിസ്റ്റൻസിലോട്ട് ചെന്നു. നമ്മളെ ചിന്ത എന്താണ്, മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് എവിടെ കിട്ടുന്നു അവിടെ നിന്നൊക്കെ നമ്മൾ താഴത്തോട്ട് ട്രേഡ് നോക്കാം. അത് അപ്പോൾ സപ്ലൈ ഏരിയ എന്നോ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഏരിയ എന്നോ എവിടെയാണോ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രെയിൽ ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ട്രെയിൽ ലൈനിൽ നിന്നും നമുക്ക് താഴത്തോട്ടുള്ള ട്രേഡ് എടുക്കാം. നമ്മുടെ വ്യൂ എന്താ, മാർക്കറ്റ് ഡൗൺ ആണ്, അതുകൊണ്ട് റെസിസ്റ്റൻസിൽ നിന്ന് ഞാൻ താഴോട്ടുള്ള ട്രേഡ് എടുക്കുന്നു, ആ ഒരു വ്യൂ. അപ്പോൾ ഇവിടെ നിന്നും താഴത്തോട്ടൊരു ട്രേഡ് കിട്ടിയോ, തിരിച്ച് വീണ്ടും പോയപ്പോൾ എന്തായി, വീണ്ടും അതേ റെസിസ്റ്റൻസിൽ നിന്നും നമുക്ക് ട്രേഡ് കിട്ടിയോ. അപ്പോൾ ഈ ഒരു ലോയിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കാം, മാർക്കറ്റ് താഴത്തോട്ട് അടുത്ത ഡിമാൻഡ് ഏരിയകളെ തേടി പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്തായി, നമുക്കിപ്പോൾ അവിടെ നിന്ന് നേരത്തെ 2-3 ട്രേഡൊക്കെ എടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു ട്രേഡൊക്കെ വേണമെങ്കിൽ നമുക്ക് റൈഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ലോസ് ഇതിനിപ്പം ലോസ് വരത്തില്ലല്ലോ. കാരണം അല്ല, ഇത് നമുക്ക് ലോസ് വരത്തില്ല. കാരണം ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ റൈഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ചെല്ലുമ്പോൾ കോസ്റ്റിലങ്ങ് ഇറങ്ങിയാൽ ലോസ് വരത്തില്ല. അപ്പം അതിൻ്റെ ഒരു ഇതിൽ നമുക്ക് നേരത്തെ നമ്മൾ ട്രേഡ് എടുത്ത പ്രോഫിറ്റുമാണ്. ഇപ്പം ഈ ഒരു ട്രേഡ് എടുത്ത് ഇനിയിപ്പോൾ തിരിച്ചു വന്നാലും എനിക്ക് ലോസ് വരത്തില്ല എന്നുള്ളൊരു വ്യൂ. കാരണം മാർക്കറ്റ് ഓവറോൾ ഡൗൺ ആണ്, വീണ്ടും താഴ്ത്തും, ഡെയിലിയിലെ ലോയിനെയും കട്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ അടുത്ത ഡിമാൻഡിലേക്ക് പോകാം. ഒരൊറ്റ സംശയം, ഇത് ഈ ചാർട്ട് പാറ്റേൺ നമുക്ക് എല്ലാ മാർക്കറ്റിലും യൂസ് ചെയ്തുകൂടെ? എല്ലാ മാർക്കറ്റിലും, എല്ലാത്തിലും നമുക്ക് ക്രിപ്റ്റോ, ഫോറക്സ്, ബിറ്റ്കോയിൻ, ഏതിൽ വേണമെങ്കിലും. ഓക്കെ, ഇതിപ്പോൾ ടൈം ഫ്രെയിമൊക്കെ നമ്മൾ ഇൻട്രാഡേയുടെ കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നത്. പിന്നെ സ്വിംഗ് ട്രേഡ്, ലോങ് ടൈം, അതിനൊക്കെ വേറെ ടൈം ഫ്രെയിമൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിന് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഇൻട്രാഡേയെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതെന്തായി, ഇവിടെ ആയിരുന്നല്ലോ ഒരു അവസാനത്തെ ഒരു സപ്പോർട്ട് ഏരിയ. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് ഓരോ മാർക്കറ്റ് താഴത്തോട്ട് തന്നെ വരാം. അപ്പോൾ
തിരിച്ച് കയറുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യില്ല, അവസാനത്തെ ഹൈക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തായി, തിരിച്ച് ഇവിടെ വരെയല്ലേ പോകാൻ പറ്റുള്ളൂ. വീണ്ടും അടുത്ത പുതിയ ലോ വെച്ച്. അപ്പം നേരത്തെ സപ്പോർട്ട് തിരിച്ച് ചെല്ലുമ്പോൾ റെസിസ്റ്റൻസ് ആവാമല്ലോ അല്ലേ. അപ്പം അവിടുന്ന് വീണ്ടും ട്രേഡ് എടുത്തൂടെ. മേളിൽ നിന്ന് എടുക്കാത്തവരാണെങ്കിൽ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തപ്പോൾ തിരിച്ച് മേപ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് സെല്ല് എടുക്കണം. നമ്മളെ ഉദ്ദേശം എന്താണ്, റെസിസ്റ്റൻസ് ആയിട്ട് എവിടെ ആക്ട് ചെയ്യുന്നു അവിടെ നമ്മൾ ട്രേഡ് എടുക്കുന്നു. ഓക്കെ, റെസിസ്റ്റൻസ് ആയിട്ട് എവിടെ ആക്ട് ചെയ്യുന്നു എന്നല്ല, നല്ലൊരു ഏരിയ നമ്മുടെ സ്റ്റഡി പ്രകാരം. ഓക്കെ, നമ്മുടെ സ്റ്റഡി പ്രകാരം. അപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിലും ഇത് പ്രോപ്പർ ഒരു ട്രെൻഡ് നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. കാരണം മേളിലൊരു വിക്കുണ്ട്, അപ്പോൾ അവിടെ വരെ പോയില്ല. അത് പോകാൻ വേറൊന്നുമല്ല, മാർക്കറ്റ് ഓവറോൾ ഡൗൺ ആയതുകൊണ്ട് ഈ ഒരു സപ്പോർട്ടിനെ മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്തതാണ് ഇവിടെ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് നേരെ താഴത്തോട്ട് വന്നു. അപ്പം ഇങ്ങനെ താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലും നോക്കണം. 1 അവറിൽ ചെന്നിട്ട് ലെഫ്റ്റ് സൈഡിലും കൂടെ നോക്കുക. താഴത്തോട്ട് വരുമ്പോൾ എവിടെയൊക്കെ നല്ല സപ്പോർട്ടുകളുണ്ടെന്നും കൂടെ നോക്കണ്ടേ. അപ്പോൾ എന്തായിരുന്നു, ഇവിടെയായിരുന്നു ഡെയിലിയിൽ ഒരു സപ്പോർട്ടുള്ള, അതിനെ ബ്രേക്ക് ചെയ്ത് വന്നതാണ്. അപ്പം അടുത്ത സപ്പോർട്ട് എവിടെ വരുന്നത്, അടുത്ത ഒരു സപ്പോർട്ട് ഇവിടെ വരുന്നില്ലേ അല്ലേ, അവിടെ വരുന്നില്ലേ. അപ്പോൾ അത് കൂടാതെ ഇനി അടുത്തൊരു സപ്പോർട്ട് എവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനെ മാർക്കറ്റ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ആ ഗ്യാപ്പ് ഏരിയയിൽ വന്നിട്ടും തിരിച്ച് മേപ്പോട്ട് കുറച്ചെങ്കിലും കയറാം, അല്ലെങ്കിൽ അവിടുന്ന് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മേപ്പോട്ടും പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ നിലവിലുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് എന്തായിരുന്നു മാർക്കറ്റ്, നമുക്ക് എൻട്രി എടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, ഹയർ ലോ ലോവർ ലോയെ കുറിച്ച് പറഞ്ഞു, ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് പറഞ്ഞു. ആ ട്രെൻഡ് ലൈൻ 2 പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 3ാമത്തെ പോയിന്റിൽ നിന്ന് ട്രേഡ് എടുക്കാം. പിന്നെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ നമ്മൾ നോക്കിയിട്ട് വേണം എപ്പോഴും ട്രേഡ് എടുക്കാം. മാർക്കറ്റ് ലോവർ ലോയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൂടുതലും താഴത്തോട്ടുള്ള ട്രേഡിന് വേണ്ടി ഫോക്കസ് ചെയ്യും. റെസിസ്റ്റൻസിൽ നിന്ന് എപ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റും അന്നേരമൊക്കെ നമുക്ക് താഴത്തോട്ടുള്ള ട്രേഡ് എടുക്കാം. ഓക്കെ, ഇതിനകത്ത് ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് സംശയമായിട്ട് ഇപ്പോൾ ഉണ്ടോ? സംശയം ഈ ഡെയിലി നോക്കുമ്പോഴേ, ഡെയിലി മാർക്ക് ചെയ്യുമ്പോൾ അത് ഡെയിലി ഒന്ന് കാണിക്കുമ്പോൾ ഡെയിലി ഒന്ന് കാണിച്ചാൽ മാത്രം മതി. ഡെയിലി മാർക്ക് ചെയ്യുന്നതൊന്ന് കാണിച്ചാൽ ഡെയിലിയിൽ ഡെയിലി ടൈം ഫ്രെയിം ഡെയിലിയിലും സെയിം രീതി തന്നെ. നമ്മൾ 1 അവർ എങ്ങനെയാണോ നോക്കുന്നത്, എങ്ങനെയാണോ ഇപ്പം ചില ഏരിയയിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വന്നേക്കാം. ഓക്കെ, ചില ഏരിയയിൽ അപ്പോൾ ആ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ ചെല്ലുമ്പോൾ ആ കൺഫ്യൂഷൻ കുറഞ്ഞു കിട്ടും. ഇപ്പോൾ 1 അവറിലാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കയറി ഞാൻ പോയതല്ലേ, വലിയൊരു വ്യൂ പെട്ടെന്ന് തരാതെ. അപ്പോൾ അത് നമ്മളൊരു 1 അവറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിലൊക്കെ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് സപ്പോർട്ട് ഏരിയ ഒക്കെ കറക്റ്റായിട്ട് അവിടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് വേണം ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കണം. ഹയർ ടൈം ഫ്രെയിമിൽ ഡെയിലി നോക്കിയിട്ട് തന്നെ ബാക്കിയുള്ള ഭാഗത്തോട്ട് മൊത്തത്തിൽ നോക്കാമല്ലോ. അതെ, പിന്നെ അത് കൂടാതെ ഈ മാർക്കറ്റ് നമ്മളിപ്പോൾ ഫിബൊനാച്ചി ടൂൾ ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോയിൽ നിന്നും മേളിലത്തെ ഹൈ വരെ നോക്കുകയാണെങ്കിൽ 0.5 അല്ലെങ്കിൽ 618 ഇതൊരു നല്ലൊരു ഗോൾഡൻ സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് അപ്പിൽ പൊക്കോണ്ട് നിന്നതല്ലേ, അപ്പോൾ ഒന്ന് താഴത്തോട്ട് വന്നു. അപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ ഇതിപ്പോൾ എവിടെയാണ്, ആ 50% താഴത്ത് വന്നിട്ട് എന്താണ്, ഇവിടെ തൊട്ട് താഴത്ത് ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിനെയും ഫില്ല് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എവിടെയായിരുന്നു ആ ഒരു ഗ്യാപ്പ്. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് ഇവിടെയായിരുന്നു, ആ ഒരു ഏരിയയിലേക്ക് വന്ന് ആ ഒരു ഗ്യാപ്പിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു നല്ലൊരു ഈ ഒരു ബിഗ് മൂവ്മെൻറ്റിൻ്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 618 ലെവല്, ഇതൊരു ഗോൾഡൻ റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് സംഭവിക്കാം, മാർക്കറ്റ് റിവേഴ്സ് ആവാനും സാധ്യതയുണ്ട്. അത് ഇനി അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് നോക്കിയിട്ട് എങ്ങനെയാണോ ഓപ്പൺ ആവുന്നത് അതിന് ശേഷം ട്രേഡ് പ്ലാൻ. നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ എപ്പോഴും അന്നന്ന് ചെയ്ത് അന്ന് തന്നെ ക്ലോസ് ചെയ്യുക, പിറ്റേ ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യരുത് ഇൻട്രാഡേ ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്ത ദിവസം കറണ്ട് മാർക്കറ്റിങ്ങിൽ എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അപ്പോൾ ഇനി ഇതിനകത്ത് ഹയർ ലോ ലോവർ ലോ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ക്യാൻഡിൽ സ്റ്റിക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീണ്ടും ആ വീഡിയോസ് പോയി കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ക്ലാസ്സിലായാലും സംശയമുള്ള ഞങ്ങൾ അങ്ങനെ പോയി നോക്കുന്നത്. അപ്പോൾ ഇനി ലൈവ് സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ബാക്കി ലൈവിൽ ഒന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ.